എല്ലാവർക്കും എൻ്റെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. തംബ്നെയിൽ കണ്ട പോലെ ഇന്നത്തെ നമ്മുടെ ഹീറോ മറ്റാരുമല്ല, സാക്ഷാൽ പാവയ്ക്ക തന്നെയാണ് കേട്ടോ. ഇവനെ കൊണ്ട് നമുക്ക് അടിപൊളി ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് പാവയ്ക്ക് നല്ല തിന്നായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി പിന്നെ ഓപ്ഷണലാണ് കേട്ടോ. നല്ല എരിവ് ആവശ്യമുള്ളവർ മാത്രം അത് ഉപയോഗിച്ചാൽ മതി. പൊടികളുടെയൊക്കെ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി കേട്ടോ, ക്ഷമിക്കണേ. ആദ്യം തന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പാവയ്ക്ക അധികം ആർക്കും ഇഷ്ടപ്പെടാത്തൊരു പച്ചക്കറിയാണല്ലേ. സത്യം പറഞ്ഞാൽ ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് കേട്ടോ. പാവയ്ക്ക എന്ന് കേൾക്കുമ്പോൾ ആ ഭാഗത്തേ നോക്കാതിരുന്ന ആളായിരുന്നു കേട്ടോ ഞാനും. പക്ഷേ ഇങ്ങനെ അച്ചാർ രൂപത്തിൽ ഉണ്ടാക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കയ്പൊന്നും അധികമില്ലായിരുന്നു കേട്ടോ. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. ഏകദേശം ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കും കാന്താരിമുളക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. ശേഷം അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. പാവയ്ക്കയുടെ കയ്പ് ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് ഒരു 15 മിനിറ്റ് ഉപ്പുവെള്ളത്തിലിടുന്നത് നല്ലതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കയ്പില്ലാത്ത പാവയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവസാന സ്റ്റെപ്പായിട്ട് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കയ്പ് കൊണ്ടല്ലേ പലർക്കും പാവയ്ക്ക ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കല്ലേ. ബൈ.